ചെറിയനാട് പാടശേഖരത്തെ കൃഷിവിശേഷങ്ങൾ നമുക്കൊന്ന് അടുത്തറിയാം. ചെറിയനാട് മാമ്പ്ര പാടശേഖരത്തിൽ ഒരു പൂവിൽ നെൽകൃഷിയുണ്ട്. അത് കഴിഞ്ഞാൽ വേനൽക്കാല പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിക്കും. ആദ്യം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകരുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി കൃഷിപ്പണികൾ ആസൂത്രണം ചെയ്യും. പിന്നെ 750 ഏക്കർ വിസ്താരത്തിൽ പാടം പച്ചപ്പിനെ സ്വീകരിക്കാൻ ഒരുങ്ങും. 10 മുതൽ 15ഉം 20ഉം കർഷകരുടെ ഗ്രൂപ്പുകൾ രൂപീകരിച്ചാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. വിത്തും വളവും മറ്റ് ഉൽപാദന ഉപാധികളുമൊക്കെ കരുതി വെച്ച് വ്യക്തമായ കാർഷിക കലണ്ടർ പ്രകാരമാണ് ചെറിയനാട്ടെ പച്ചക്കറി കൃഷി. കൃഷിപ്പണികളിലും ഈ പ്ലാനിംഗ് വ്യക്തമാണ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ കൃഷിയിടത്തിൽ ഇറങ്ങുന്നത്. നിലമൊരുക്കൽ, പന്തലിടിയിൽ തുടങ്ങിയ ശാരീരിക അധ്വാനം കൂടിയ പണികൾ ആണുങ്ങൾ ചെയ്യും. വിത്തിടിയിലും കളപറിക്കലും നനയും പെണ്ണുങ്ങളുടെ നേതൃത്വത്തിലാണ്. പാടത്തിൽ അവിടെവിടെയായി ചെറു കുളങ്ങൾ കുഴിച്ചിട്ടുണ്ട്. കുടം മുക്കി വെള്ളമെടുത്ത് ദിവസേന 2 പ്രാവശ്യം നനയ്ക്കും. നോക്കി നിൽക്കെയാണ് ഇവിടുത്തെ പച്ചക്കറികൾ വളരുന്നത്. ഇവർ ചെറിയനാട്ടെ കർഷകർ. നമുക്ക് മലയാളികൾക്ക് വേണ്ടി വിഷുക്കണിക്ക് പച്ചക്കറി ഒരുക്കുന്നവർ. ഏഷ്യാനെറ്റിന്റെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി എന്തൊക്കെയാണ് കാർഷിക വിശേഷങ്ങൾ ഇവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ പയറിട്ടിട്ട് ഇപ്പം 2 മാസമാണ്. ഇപ്പൊ ഞങ്ങൾ പന്തല് കയറ്റിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ വളമൊന്നും പയർ വിളയത്തക്ക ചെയ്തിട്ടില്ല. പിന്നെ വെള്ളരി, പയറ്, തണ്ണിമത്തൻ, ചീര ഇതെല്ലാം ഞങ്ങള് വിഷുക്കണിക്ക് വേണ്ടി ഞങ്ങള് കൃഷി ചെയ്യുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ എല്ലാവരും ഗ്രൂപ്പായിട്ടല്ല? ഗ്രൂപ്പായിട്ടല്ല, ആ ഗ്രൂപ്പിലാണ് ചെയ്യുന്നത്. എങ്കിലും ഓരോരുത്തര് സ്വന്തമായിട്ട് ചെയ്യുക കൃഷി പാട്ടത്തിനത്. ചേച്ചി ഏത് ഗ്രൂപ്പിലാണ്? ഞാൻ സൂര്യ ഗ്രൂപ്പിലാണ്. സൂര്യ. പയറ്, പടവലം, വെള്ളരി എല്ലാം ഉണ്ട്. അതിപ്പോ പയറൊക്കെ പൂത്ത് തുടങ്ങിയതേ ഉള്ളു. ഇനിയിപ്പം വിഷുക്കണിക്ക് വിളവെടുത്തില്ല, അത് കടത്തി നിറങ്ങിയതേ ഉള്ളു. ഈ വെയിലൊക്കെ കൊള്ളുമ്പോ വിഷമം തോന്നും. പിന്നെ നമ്മുടെ എന്നാലും കൃഷി ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ഞാന് അർച്ചന ഹരിത സംഘത്തിൽപ്പെട്ടതാ, രാജമ്മപ്പനപ്പൻ. ഞങ്ങൾക്ക് പച്ചക്കൃഷി ധാരാളമുണ്ട്. പയറുണ്ട്, പടവലമുണ്ട്, വെള്ളരിയുണ്ട്, തണ്ണിമത്തയുണ്ട്, ചീരയുണ്ട്, മത്തയുണ്ട്. എല്ലാ വകകളും ഞങ്ങൾക്ക് ധാരാളം കൃഷിയുള്ളതാ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തണ്ണിമത്തൻ നമ്മുടെ നാട്ടിൽ വിളയില്ല എന്നൊരു വിചാരം ഉണ്ടല്ലോ, അമ്മയുടെ? എപ്പോഴും വിളയാറില്ല. എന്നാൽ അതിനൊരു കാലാവസ്ഥയുണ്ട്. ആ കാലാവസ്ഥ അനുസരിച്ച് തണ്ണിമത്ത വിളവായി കിട്ടും. ഇവിടെ ഏതാണ്ട് ഒരു 15-20 വർഷം കൊണ്ട് പച്ചക്കറി കൃഷി ചെയ്തു വരുന്ന ഒരു മേഖലയാണ്. എന്നാൽ ഞങ്ങളുടെ എല്ലാം ഓരോ കുടുംബം ജീവിക്കുന്ന വർഷത്തിലൊരിക്കൽ 3 മാസത്തെ അധ്വാനത്തിന്റെ ഫലമുണ്ട്. അതായത് 100 തടം വെള്ളരിയും 200 തടം പടവലം, 100 തടം പടവലം, 200 തടം പയറ്, ചീര, തണ്ണിമത്ത, തടിയൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു കർഷകന് ഈ 3 മാസം കൊണ്ട് അധ്വാനിച്ച് നഷ്ടപ്പെട്ടില്ലെങ്കിൽ 2.25 ലക്ഷം രൂപയുടെ അടുത്തുള്ള ഒരു സാമ്പത്തികമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പുറമേ ഞങ്ങളുടെ അധ്വാനമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ. അതിന് പുറമേ നമ്മുടെ കൃഷിഭവൻ, ചെറിയനാട് കൃഷിഭവൻ വേണ്ടത്ര സഹായങ്ങൾ ചെയ്ത് പ്രോത്സാഹിപ്പിച്ചാണ് ഞങ്ങളെ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനും എന്റെ ഭാര്യ 2 പിള്ളേർ, 2 മക്കള്. അവരും എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതാണ്ട് 11 മണി വരെയൊക്കെ ഈ കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു സ്വകാര്യതയിലേക്ക് വരുന്നുണ്ട്. പിന്നെ നഷ്ടമൊന്നും വന്നില്ല എങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല. ഈ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഉത്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണി കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? വിപണി കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ലാഭമാണോ കൃഷി? കാലാവസ്ഥ എല്ലാം അനുകൂലമായി കിട്ടിയാല് എല്ലാ കൃഷിക്കാർക്കും ലാഭകരമായ കൃഷിയാണ്. എവിടെയാ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ? ഇപ്പൊ ഞങ്ങൾ ഇവിടെ അടുത്ത ഒരു വീട്ടില് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെച്ച് പിന്നെ അവിടെ കച്ചവടക്കാർ വന്നെടുത്ത് നല്ല വില കിട്ടി. അങ്ങനെയാണ് അതിന്റെ വിപണി ഇപ്പൊ വിപണനം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്യ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. ചേട്ടന്റെ പേരെന്താ? പൊടിയൻ. ചേട്ടൻ എന്താ ഒരു ചരടില് ബ്ലേഡ് ഒക്കെ തൂക്കിയിട്ട് കയറ് കെട്ടുമ്പോ കണ്ടിക്കാൻ പയറിന് കെട്ടുന്നത് അല്ലേ? ഇതിന് കഴുത്തില് കെട്ടി തൂക്കിയാൻ കിട്ടിരിക്കുകയാണ്. പിന്നെ എപ്പോഴും എടുക്കണ്ടല്ലോ, അറ്റം പിടിച്ചിട്ടാൽ മതി. ശരി. അപ്പൊ എന്തൊക്കെ വിശേഷങ്ങളാ പറയാനുള്ളത് ഞങ്ങളോട് ഈ കൃഷിയെ സംബന്ധിച്ചിടത്തോളം? ഞങ്ങൾക്ക് കാലാകാലങ്ങളിൽ ഞങ്ങൾ കൃഷി ചെയ്തിരിക്കുക. പിന്നെ പ്രകൃതി ക്ഷോഭം വന്നാൽ ഞങ്ങൾക്ക്
വളരെ നഷ്ടങ്ങൾ സംഭവിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സാമാന്യ ഒരു നല്ല വിളവെടുപ്പിന് സാധ്യത. ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങൾ കൃഷിക്ക് വേണ്ടി രാവിലെ ഇറങ്ങുക എന്നുള്ളതാണ്. ഇറങ്ങി എല്ലാവരും കഷ്ടപ്പെടും, നല്ല വൃത്തിയായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പെട്ട് അതിന് തക്കവണ്ണം ഫലവും കിട്ടുന്നുണ്ട് അല്ലേ? പയർ, പടവലം, പാവൽ, വെള്ളരി, കണിവെള്ളരി, മത്തൻ, ചുരയ്ക്ക എന്നു തുടങ്ങി തണ്ണിമത്തനും സലാഡ് വെള്ളരിയും വരെ ഈ മണ്ണിൽ നിറവോടെ വളരുന്നു. പതിറ്റാണ്ടുകളുടെ പരിചയവും തലമുറകളിലൂടെ പകരുന്ന കൃഷി അറിവും ചെറിയനാട് പച്ചക്കറി കൃഷിക്ക് വേരോട്ടം കൂടുന്നതിനിടയാക്കുന്നു. ഒപ്പം കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും സഹായ പദ്ധതികളും. ചെറിയനാട് പഞ്ചായത്തിൽ വാസ്തവത്തിൽ ഒരു കാർഷിക വിപ്ലവം തന്നെയാണ് നടക്കുന്നത്. വിഷുക്കണി ഒരുക്കാൻ ഇവിടുത്തെ കർഷകർ അധ്വാനിക്കുമ്പോൾ അവർക്ക് പൂർണ്ണ പിന്തുണയേകിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും അവരോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഈ കർഷകർക്ക് പഞ്ചായത്തിൽ നിന്ന് ഏത് വിധത്തിലൊക്കെയാണ് പിന്തുണ കൊടുക്കുന്നത്? പഞ്ചായത്തിന്റെ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപ ജനറൽ എസ്.സിക്കും ഞങ്ങൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം പറയാം കൃഷിഭവനും പഞ്ചായത്തും കൂടെ ചേർന്ന് ഈ കർഷകർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. 200 കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുട്ടികളും അമ്മമാരും മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും കൂടെ സംയുക്തമായി ചേർന്നാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. നല്ല വിളവെടുപ്പാണ്. ഒരു ജനുവരി മാസത്തിലാണ് ഈ കൃഷിയുടെ ആരംഭം കുറിക്കുന്നത്. അതിൽ നിന്നാണ് അവരുടെ പ്രധാന വരുമാന മാർഗം തന്നെ ഇവിടെ കൃഷിയെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് 4 ലക്ഷം രൂപ ഞങ്ങൾ ഫണ്ട് വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട്. വിളവെടുപ്പ് കണക്കാക്കി വിത്തെറിഞ്ഞു. ഒപ്പം കർഷകരുടെ പരിശ്രമങ്ങളും കാലാവസ്ഥയുടെ അനുഗ്രഹവും ഒത്തുചേർന്നപ്പോൾ ഇത്തവണയും ചെറിയനാട്ടെ പാടശേഖരത്തിൽ പച്ചക്കറിയുടെ 100 മേനി വിളവ്. മണ്ണു സമ്മാനിച്ച മാണിക്യക്കനികൾ അളവിലും ഗുണത്തിലും ഒന്നാം തരം. VFPCKയുടെ സർക്കാർ വിപണിയും ഹോർട്ടികോർപ്പിന്റെ സമയോചിതമായ ഇടപെടലും കർഷകരുടെ തുണയ്ക്കെത്തി. തരക്കേടില്ലാത്ത വിലയും യഥാസമയമുള്ള വിപണനവും ഫലം. ഇത്തവണ തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും വീടുകളിൽ വിഷു വിഭവങ്ങളായി നിരന്ന പച്ചക്കറികളാണ് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലൂടെ നീങ്ങുന്നത്. വിഷുക്കണിയായും വിഷുക്കറികളായും നാടൻ വിഭവങ്ങളാൽ നമ്മുടെ സ്വന്തം വിഷു. Josco Jewelers, Kerala, Tamil Nadu.